ഭാര്യ 2000 മരിച്ചു. 1965 ഞങ്ങളുടെ വിവാഹം. ഞാൻ അന്ന് അസിസ്റ്റന്റ് കളക്ടർ അണ്ടർ ട്രെയിനിങ്. അപ്പോൾ എൻ്റെ അച്ഛന്, എനിക്ക് 24 വയസ്സേ ഉള്ളൂ കല്യാണം കഴിക്കുമ്പോൾ. എൻ്റെ അച്ഛൻ്റെ അപ്പൻ 54 വയസ്സിൽ മരിച്ചു. അതുകൊണ്ട് അച്ഛന് പേടിയുണ്ടായിരുന്നു, അച്ഛന് നേരത്തെ മരിച്ചു പോകുന്നു. അപ്പം മരിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പെണ്ണ് കെട്ടി കാണണം എന്നുള്ള താല്പര്യത്തിൽ എഞ്ചിനീയറിംഗ് പാസ്സായപ്പോഴേ ആ കാലത്തെ രീതിക്ക് കല്യാണാലോചനകൾ വരാനും തുടങ്ങി. അച്ഛനത് എൻ്റർടൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ IAS വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു 3 വർഷത്തെ സാവകാശം കിട്ടിയതാണ്. അങ്ങനെ 1965 ഞങ്ങൾ വിവാഹിതരായി. പത്തനംതിട്ട ജില്ലയിലെ ഉള്ള ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ് തേരകത്ത് എന്ന് പറയുന്ന കുടുംബം. ആ കുടുംബത്തിലായിരുന്നു എൻ്റെ ഭാര്യ. അവർ MSc ആയിരുന്നു, ഹോം സയൻസ്, ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് റാങ്കൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികൾ. മകള് MA കഴിഞ്ഞ് ആയിട്ട് അവിടെ തേവരയിൽ താമസിക്കുന്നു. അവൾക്ക് 2 കുട്ടികൾ, 2 ആൺമക്കൾ. ഒരാൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് MBA ചെയ്യുന്നു, മറ്റേയാൾ നാഷണൽ ലോ സ്കൂളിൽ നിയമം പഠിക്കുകയാണ്. മകൻ ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദമെടുത്ത് CET പാസ്സായി. ലിവർപൂളിൽ പോയി MBA എടുത്ത് ഒരു അമേരിക്കൻ കമ്പനിയുടെ സൗത്ത് ഇന്ത്യ ചീഫായിട്ട്, മാർക്കറ്റിംഗ് ആണ്, എഞ്ചിനീയറിംഗ് ആയിട്ടൊന്നൊരു ബന്ധമില്ല. അയാൾ ബാംഗ്ലൂർ. അവൻ ഒരാണും ഒരു പെണ്ണും, 2 കൊച്ചുകുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ കഴിഞ്ഞ 14 വർഷമായി ഇവിടെ ഒറ്റയ്ക്ക് താമസം. ഇവിടെ ഞാൻ എഴുതി വച്ചിരുന്നു ബോർഡ് പുറത്ത്, ഈശ്വരനും ഞാനും മാത്രമാണ് ഇവിടെ താമസം. ഈശ്വരൻ ഒരു മൂക സാന്നിധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മണിയടിച്ചാൽ ഞാൻ തന്നെ വരണം വാതിൽ തുറക്കാൻ. ഞാൻ അകത്ത് കുളി, ജപം, പഠനം, രചന ഇത്യാദി കാര്യങ്ങളിൽ വ്യാപൃതനാണെങ്കിൽ എൻ്റെ വരവ് ക്രിസ്തുവിൻ്റെ 2ാം വരവ് പോലെ വൈകി എന്ന് വരാം. ധൃതിയില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് വല്ലതും വായിക്കാം. ധൃതിയുണ്ടെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന ഡയറിയിൽ തെറിയല്ലാത്ത എന്തും എഴുതാം. നിങ്ങളുടെ ഫോൺ നമ്പർ കുറിക്കുന്ന പക്ഷം, അതെൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം, എനിക്ക് സൗകര്യപ്പെടുന്ന പക്ഷം ഞാൻ നിങ്ങളെ തിരിച്ച് വിളിച്ചു എന്ന് വന്നേക്കാം, ഉറപ്പില്ല എന്ന് എഴുതിയൊരു ബോർഡ് വെച്ചിരുന്നു. അപ്പോൾ മാർത്തോമാ സഭയിലെ വലിയ മെത്രാപ്പോലീത്ത ക്രിസോസ്റ്റം തിരുമേനി ഒരിക്കൽ ഇത് കണ്ടപ്പോൾ ഇതെനിക്ക് പറ്റുമെന്ന് പറഞ്ഞത് എടുത്തുകൊണ്ട് പോയി. തിരുമേനിയുടെ ഇപ്പോഴത്തെ മാരാമണിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെ ഓഫീസ് മുറിയുടെ മുമ്പിൽ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പുതിയ ബോർഡ് ഇപ്പോൾ ഉണ്ടാക്കി പുറത്ത് വെച്ചത് അങ്ങനെയാണ്. ഈ ബോർഡിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആഴുവാഞ്ചേരി തമ്പ്രാക്കളുടെ ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. മണിയടി വേണ്ട, നേത്രനാരായണന് എന്ത് അമ്പലമണി. ഇതൊന്നും വായിച്ചാൽ പകുതി പേർക്ക് മനസ്സിലാവണില്ല. ചില ആളുകളുടെ വിചാരം ഞാൻ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ്. ഈ നേത്രനാരായണൻ എന്ന് പറയുന്ന ആഴുവാഞ്ചേരി തമ്പ്രാക്കളുടെ സ്ഥാനപ്പേരാണ്. അതിൻ്റെ കാരണം ആഴുവാഞ്ചേരി തമ്പ്രാക്കളുടെ ഒരു പൂർവികൻ മഹാവിഷ്ണുവിനെ നേരിട്ട് കണ്ടു. നാരായണനെ നേരിട്ട് കണ്ട നേത്രങ്ങൾ ഉള്ളയാളാണ് നേത്രനാരായണൻ. അപ്പോൾ അതുകൊണ്ട് ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ അമ്പലത്തിൽ പോയാൽ സാധാരണ ആരെങ്കിലും ചെയ്യുന്ന പോലെ മണിയടിക്കില്ല. നമ്മൾ അമ്പലത്തിൽ ചെന്നാൽ നമ്മൾ മണിയടിക്കുന്നത് എന്തിനാണ്? നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ദേവൻ്റെ ശ്രദ്ധ ആകർഷിക്കാനാണ്. നേത്രനാരായണനായതുകൊണ്ട് ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ ചെന്നാൽ ദേവൻ അല്ലാതെ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും എന്നാണ് സങ്കല്പം. ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ മണിയടിക്കാൻ പാടില്ല. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നേത്രനാരായണന് എന്ത് അമ്പലം മണി എന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഈ സൂചിതകഥ അറിയാവുന്ന മലയാള മാധ്യമർക്കൊക്കെ മനസ്സിലാവും, അല്ലാത്തവർക്ക് എന്താ കൂടെ പിടികിട്ടൂല. അപ്പോൾ ഈ ദൈവം തമ്പ്രാക്കളെ കാണുമല്ലോ, അതിൻ്റെ അടിസ്ഥാനമാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. അകത്തിരിക്കുന്നയാൾ എല്ലാം അറിയുന്നുണ്ട്, പുറത്തുള്ളയാൾ കാത്തിരുന്നാൽ മതി. ഇതാണ് ആളുകളുടെ വിചാരം ഞാൻ ക്യാമറ വെച്ചിരിക്കുക എന്നാണ്. ഇത് ഈ നേത്രനാരായണൻ കയറി വരുന്നത് അകത്തെ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവൻ തിരിച്ചറിയും. അതുപോലെ നിങ്ങൾ വരുമ്പോൾ ഞാനും നിങ്ങളെ തിരിച്ചറിയുന്നു എന്ന് വിനയപൂർവ്വം അറിയിക്കുന്ന സാധനമാണ് ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ പോകുന്നു. തിരുവനന്തപുരം ക്ലബ്ബിൽ നിന്ന് ചോറ് കൊണ്ടുവരും. ആ ഊണ് ഒരു ഗ്രീൻ സാലഡും കൂടെ വാങ്ങിക്കും. ഇത് 2ഉം കൂടെ കൂടി 116 രൂപയാണ്. 13 കൂട്ടം കറികളായിട്ടുണ്ട്. എല്ലാ ദിവസവും പായസമുണ്ട്. ഞാൻ കഴിക്കാറില്ല. ഞാൻ അതിൽ അവിയൽ, തോരൻ, പിന്നെ പപ്പടം കഴിക്കും. പ്രഷറുള്ളവർ പാടില്ല എന്നൊക്കെ പറയും, ഒരു പപ്പടമേ ഉള്ളൂ. അതുകൊണ്ട് പപ്പടം കഴിക്കും. പിന്നെ ഈ ഓലൻ അങ്ങനെ എന്തെങ്കിലും കൂട്ടുക, ഇത്ര സാധനം ഞാൻ കഴിക്കുള്ളൂ. ആ തൈരും ഉൾപ്പെടെ അങ്ങ് കളഞ്ഞേക്കാം. കാരണം ഞാൻ ഈ മിൽമയുടെ തൈര് വാങ്ങിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും പിന്നെ കരിവേപ്പിലൊക്കെ ഇട്ട് ഒരു തിക്ക് മോരായിട്ടുണ്ടാക്കി വെച്ചാൽ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്.
അതിനും ഒരു 23 രൂപയാവും ഒരു ദിവസം. അപ്പോൾ 116 ഈ 23 കൂടെ കൂടുമ്പോൾ 119, 139. പിന്നെ ഒരു 15 രൂപയുടെ പഴം കഴിക്കും. 3 കപ്പ് കാപ്പി കുടിക്കും. കാപ്പി നല്ല കട്ടിയായിട്ടാണ് കുടിക്കുന്നത്. എല്ലാം കൂടെ കൂടിയാൽ ഒരു 250 രൂപ കൂടുതൽ പരമാവധി എനിക്ക് എൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ചിലവില്ല. അങ്ങനെ ഒതുങ്ങി ജീവിക്കാനുള്ള ഒരു ശീലം എനിക്ക് ഉണ്ടാക്കി തന്നത് എൻ്റെ ഭാര്യയെ മരിച്ച് കൂടെ ആരുമില്ലാത്ത ഈ ഒരവസ്ഥ കൊണ്ടാണ് എന്ന് വിചാരിച്ച്, അതും ഈശ്വരൻ എനിക്ക് നൽകുന്ന ഒരു വലിയ ജീവിത പാഠമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദാർശനികമായി അതിനെ കണ്ട് മുമ്പോട്ട് പോകുന്നു. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് എല്ലാ ദിവസവും മരിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപേ അന്നത്തെ ദിവസം ഞാൻ എന്തെല്ലാം പോക്കൃത്തരങ്ങൾ ചെയ്തു, അവിടെ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ കയറ്റാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും പണി എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായോ എന്ന് സ്വയം ആലോചിക്കാതെ ഈ കാലത്ത് 73 വയസ്സായി ഒരു ദിവസം ഉറങ്ങാറില്ല. പിന്നെ എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യാതിരിക്കുന്നില്ല. 2013 365 ദിവസം കൊണ്ട് 239 പ്രസംഗം പറഞ്ഞു. അത് ഈ വല്ലയിടത്തുമൊക്കെ ചെല്ലുമ്പോൾ ഇനി വകുപ്പോൾ സാറൊന്ന് സംസാരിക്കുമെന്നൊക്കെ ചില അച്ഛന്മാരും ക്ലബ്ബുകാരൊക്കെ പറയുന്ന പോലെ സദസ്സ് എൻ്റെ തലവട്ടം കണ്ട അങ്ങനെ ഉള്ളതല്ല. നേരത്തെ കൂട്ടി പറഞ്ഞ എൻ്റെ ഡയറിയെക്കുറിച്ച് 239 പ്രസംഗം. എൻ്റെ കോളവും പുസ്തകങ്ങൾക്ക് എഴുതിയ അവതാരിയും ഉൾപ്പെടെ 150-ലധികം ലേഖനങ്ങൾ, 23,000 കിലോമീറ്റർ കേരളത്തിൽ റോഡ് വഴി യാത്ര, 4 പ്രാവശ്യം ഗൾഫിൽ പോയി പ്രസംഗിക്കാൻ. ഇതിൽ കൂടുതൽ 73-ാമത്തെ വയസ്സിൽ എന്ത് ജോലി ചെയ്യാനാണ്? ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു, രണ്ടാമത്തേത് ഇപ്പോൾ അച്ചടിക്കാൻ കൊടുത്തു. അങ്ങനെ ഞാൻ കഠിനമായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ മരിക്കാൻ തയ്യാറായിട്ടാണ് ജീവിക്കുന്നത്. നാളെ മരിച്ചാലും എനിക്ക് യാതൊരു ദുഃഖവുമില്ല എന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ ചരമപ്രസംഗം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ അച്ഛൻ ഇവിടെ എൻ്റെ ചരമ ശുശ്രൂഷ, ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ ഈ പട്ടിയുടെ വാല് 12 കാലം കുഴലിൽ കിടന്നാലും നെവരില്ല എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഈ സർവീസ് നടത്തുന്ന അച്ഛനോ മെത്രാനോ മറ്റോ പഴയ ഓർമ്മയ്ക്ക് ഇനി വകുപ്പോൾ സാർ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഈ മൃതദേഹത്തിന് മിണ്ടാനൊക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്നേരം ഇത് വെച്ച് കേൾപ്പിക്കാനായിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്തതാണെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ വാചകം. പ്രേതത്തിൻ്റെ ഭാഷണമല്ല എന്ന്. എനിക്ക് ഇപ്പോൾ ആകെ ഒരാഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാനുള്ളത്, കിടന്ന് മരിക്കാതെ മരിച്ചു കിടക്കണം. പിന്നെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ, കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു ദളിത് മുഖ്യമന്ത്രിയെ കേരളത്തിൽ കണ്ടിട്ട് വേണം മരിക്കാൻ. അങ്ങനെയൊക്കെ പലതും കാണും. അല്ലാണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പോൾ എൻ്റെ മകളുടെ മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ കൊച്ചിൻ്റെ മാമോദീസ കഴിഞ്ഞിട്ട് വേണം മരിക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ, എന്നാൽ പിന്നെ മകൻ്റെ രണ്ടാമത്തെ കുട്ടി പെണ്ണാ, അവളുടെ കല്യാണം കഴിഞ്ഞ് അവളുടെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് ഇരിക്കണമെന്നും പറയാമല്ലോ. അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇരിക്കാൻ എനിക്ക് വിരോധവും ഇല്ല. എനിക്കിപ്പോൾ മരിച്ചേ തീരുമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്നെക്കൊണ്ട് ലോകത്തിനും ദൈവത്തിനും പ്രയോജനമുള്ള കാലത്തോളം ഇരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് ഒരു പുരുഷായുസിൽ ചെയ്യാവുന്നത് എല്ലാം ചെയ്തു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും എൻ്റെ ജീവിതം വൃഥാവിലാക്കി കളഞ്ഞില്ല. നിന്നെ ഏൽപ്പിച്ച താലന്തുകൾ നീ എന്ത് ചെയ്തു എന്ന് അവസാനത്തെ ന്യായവിധിയിൽ എൻ്റെ ദൈവം എന്നോട് ചോദിച്ചാൽ, അങ്ങനെ ഏൽപ്പിച്ചത് 5 താലന്താണല്ലോ, ഞാനത് 10 ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഈ സന്ധ്യാകാലം കഴിച്ചു കൂട്ടുന്നത്.